ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ചർച്ചയാകുന്ന പേര് ആരുടെയെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: വൈഭവ് സൂര്യവംശി. IPL തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ആരാധകരുടെ പ്രിയ താരമായി കൗമാര താരത്തിന് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20യിലും അവസരം ലഭിച്ചില്ല. അതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരേ ഒരു ചോദ്യം: വൈഭവിനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല? ഇംഗ്ലണ്ടിനെതിരെ ആദ്യ T20 മത്സരത്തിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണ് വൈഭവ് സൂര്യവംശിയിലായിരുന്നു. എന്നാൽ അവസാന നിമിഷം പോലും അദ്ദേഹത്തിന്റെ പേര് ടീമിലുണ്ടായില്ല. അയർലൻഡിനെതിരെ പരമ്പരയിലും ബെഞ്ചിലിരുന്ന താരം ഇംഗ്ലണ്ടിനെതിരെ ആദ്യ മത്സരത്തിലും കാത്തിരിപ്പ് തുടരുകയാണ്. ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വിശദീകരിച്ചു. അയറിന്റെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. T20 ലോകകപ്പ് നേടിയ ടീമിനെ വിശ്വസിക്കുകയാണ് ഇപ്പോഴത്തെ ടീം മാനേജ്മെന്റ് നിലപാട്. ഒരു കളിക്കാരന്റെ IPL പ്രകടനം മാത്രം നോക്കി ദേശീയ ടീമിൽ ഉടൻ അവസരം നൽകില്ല. ഇതിനകം വലിയ ടൂർണമെന്റുകളിൽ നിന്ന് ടീമിന് വിജയമൊരുക്കിയ താരങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് കേട്ടതോടെ ആരാധകർ രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നു, IPLൽ ഇത്രയും റൺസ് അടിച്ചിട്ടും അവസരം കിട്ടുന്നെങ്കിൽ പിന്നെ എപ്പോഴാണ് കിട്ടുക? മറ്റൊരു വിഭാഗം പറയുന്നത്, ദേശീയ ടീം IPL ടീമല്ല, ഇവിടെ പരിചയസമ്പന്നരായ താരങ്ങൾക്ക് മുൻഗണന നൽകുന്നത് സ്വാഭാവികമാണ്. ഇരുവിഭാഗത്തിൻ്റെയും വാദങ്ങൾ യുക്തിയുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ ഈ വർഷത്തെ IPL പ്രകടനം ആരും മറക്കില്ല. ടൂർണമെന്റിലെ ഏറ്റവും ശ്രദ്ധേയമായ താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലൊക്കെ വിളിയും ലഭിച്ചു. എന്നാൽ ദേശീയ ടീമിൽ ഇടം നേടുന്നതും പ്ലേയിങ് 11 അവസരം ലഭിക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്. അയർലൻഡിനെതിരായ പരമ്പരയിൽ ഇന്ത്യ തോറ്റു. ഓപ്പണർമാരായ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചില്ല. മാത്രമല്ല, ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ വെറും 1 റൺസിനാണ് പുറത്തായത്. ഇഷാൻ കിഷൻ ആകട്ടെ റൺസൊന്നും എടുക്കുന്നതിന് മുമ്പേ പുറത്തായി. എന്നാൽ ഇതിനും ടീം മാനേജ്മെന്റിന് മറുപടി വ്യക്തമാണ്. ഒരു പരമ്പരയിലെ മോശം പ്രകടനം മാത്രം നോക്കി ലോകകപ്പ് നേടിയ താരങ്ങളെ മാറ്റി നിർത്തില്ല. അവരിൽ വിശ്വാസമുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ അവസരം നൽകും. ഇതാണ് ഇപ്പോഴത്തെ ചിന്ത. എന്നാൽ ഈ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും വൈഭവിന് അവസരം നൽകണമെന്ന് അഭിപ്രായം ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പ്രതിഭയെ ബെഞ്ചിലിരുത്തുന്നത് ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ചിലർ റൊട്ടേഷൻ പോളിസി സ്വീകരിച്ച് യുവതാരങ്ങൾക്കും അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം ടീം മാനേജ്മെന്റ് യാതൊരു സമ്മർദ്ദത്തിലും തീരുമാനമെടുക്കില്ലെന്ന സൂചനയാണ് ശ്രേയസ് അയ്യർ നൽകിയത്. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളോ ആരാധകരുടെ ആവശ്യങ്ങളോ അല്ല, ടീമിന്റെ ദീർഘകാല പദ്ധതികളാണ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇത് ഒരു വലിയ സന്ദേശം കൂടിയാണ്. ഇന്ത്യൻ ടീമിൽ അവസരം നേടാൻ IPL ഒരു മികച്ച സീസൺ മാത്രം മതിയാകില്ല. തുടർച്ചയായ പ്രകടനവും ക്ഷമയും ടീമിന്റെ ആവശ്യകതയും ഒരുപോലെ പ്രധാനമാണ്. വൈഭവ് സൂര്യവംശിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ന് പലരും വിശേഷിപ്പിക്കുന്ന താരമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അരങ്ങേറ്റം വൈകിയാലും അവസരങ്ങൾ ഒരിക്കലും ലഭിക്കില്ല എന്നല്ല, മറിച്ച് ശരിയായ സമയത്ത് സമ്മർദ്ദം കുറച്ച് അദ്ദേഹത്തെ ഇറക്കാനാണ് ടീം മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്നും വിലയിരുത്തലുകളുണ്ട്.